നമസ്കാരം, ഞാൻ നിത്യ. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തുപരമായിട്ടുള്ള ഒരുപാട് സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും നൽകാനായിട്ട് ആശ്രൽ തങ്കച്ചൻ സാറിന് നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡായിട്ട് നമ്മുടെ ഓരോ ദിക്കുകളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്നാലും പുതിയതായിട്ട് വന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി അതിനൊന്ന് വിശദീകരിച്ചു. അപ്പം ഇന്നും അതുപോലുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം ഇന്ന് നമുക്ക് അറിയേണ്ടത് കന്നിമൂലയെ പറ്റിയാണ്. എല്ലാവർക്കും പൊതുവെ കന്നിമൂല ഒരു ദോഷമുള്ള ഒരു ഇതാണെന്നാണ്. അതിനെ പറ്റിയിട്ട് സാർ ഒന്ന് കൂടുതലായിട്ടൊന്ന് പറഞ്ഞുതരാമോ? കന്നിമൂല മറ്റൊരു വ്ലോഗിൽ ഞാൻ പറഞ്ഞു, കന്നിമൂലയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈശാന്യ മൂലയേക്കാണ്. അപ്പോൾ കന്നിമൂല ശ്രദ്ധിക്കാൻ പാടില്ലെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ കന്നിമൂലയിൽ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കന്നിമൂല എന്നുള്ളത് തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്ന ഒരു മൂലയാണ്. പക്ഷെ ഡിഗ്രി ബേസിൽ ആ ലാൻഡിൻ്റെ ഡിഗ്രി എത്രയാണോ അത്രയും ഭാഗം കന്നി വ്യതിചലിക്കും. പക്ഷെ മൂല എന്ന് വരുമ്പോൾ അത് തന്നെയാണ് മൂല. തെക്കും പടിഞ്ഞാറും രണ്ട് മദർ വാളും കൂടെ ചേരുന്ന ഒരു കോർണർ പോയിന്റിനെയാണ് കന്നി മൂല എന്ന് പറയുന്നത്. പക്ഷേ ഒരു ചതുരത്തിൻ്റെ 4 കുഞ്ഞു ചതുരങ്ങളിൽ കന്നി ഭാഗത്ത് വരുന്ന ചതുരം എല്ലാം കന്നിയാണ്. അത് കറക്റ്റ് കന്നി പോയിന്റ് ചെയ്യുന്ന ഭാഗം ഡിഗ്രി ബേസിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ അത് 15 ഡിഗ്രിക്ക് മുകളിലായിരിക്കാം, അല്ലെങ്കിൽ അത് 345 അല്ലെങ്കിൽ 355 ഈ ഡിഗ്രികളിലായിരിക്കാം നോർത്ത്. അപ്പോൾ കന്നിമൂല ഇടതിലോ വലതിലോ വ്യതിചലിക്കാം. പക്ഷേ ആ ചതുരം ഫുള്ളായിട്ട് കന്നി ഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെ മെയിൻ ഒരു പ്രശ്നം, കന്നിയും ഈശാന്യവും പുരുഷനെ സൂചിപ്പിക്കുന്നു. അവിടുത്തെ ലാഭനഷ്ടങ്ങളെല്ലാം പുരുഷനെയാണ് ബാധിക്കുക. അതേപോലെ തന്നെ ആഗ്നേയവും വായുവ്യവും ഇത് സ്ത്രീകളെ ബാധിക്കുന്നു. അവിടുത്തെ ലാഭനഷ്ടങ്ങളെല്ലാം സ്ത്രീകളെ ബാധിക്കപ്പെടുന്നു. ലാഭങ്ങൾ സ്ത്രീകൾക്ക് കൂടുതൽ ഉയർച്ച തരുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. അതിൽ നമ്മൾ ലാസ്റ്റ് വ്ലോഗിൽ തന്നെ ആഗ്നേയത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആഗ്നേയം കിഴക്ക് സംബന്ധമായ ഒരു കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അവിടെ അഗ്നിമൂല ഒരു ശുക്ര സാന്നിധ്യം എന്നുള്ളത് കൊണ്ട് അവിടെ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങൾക്കും അഗ്നിമൂല നമ്മൾ എടുത്ത് സംസാരിക്കുമ്പോൾ, ഒരു വീട്ടിൽ അഗ്നിമൂല ഫോൾട്ടുള്ള വീട്ടിലോ അല്ലെങ്കിൽ അഗ്നിമൂല ഫോൾട്ട് ഇല്ലാത്ത വീട്ടിലോ അച്ഛനും മകനും ദീർഘകാലം ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അച്ഛൻ സമ്പാദിക്കും അല്ലെങ്കിൽ മകൻ സമ്പാദിക്കും. രണ്ടുപേരും ഒരുമിച്ച് സമ്പാദിക്കുന്നത് വളരെ റെയറാണ്. സ്വാഭാവികമായിട്ട് വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ അച്ഛൻ വീട്ടിലിരിക്കാൻ സാധ്യത ഉള്ളതാണ്. പക്ഷേ അകാരണങ്ങളാൽ അച്ഛനോ മകനോ ആരുടെയെങ്കിലും ഒരു ഇൻകം സോഴ്സ് കുറഞ്ഞിരിക്കും. അപ്പോൾ ചോദിക്കും, അച്ഛന് വയസ്സായി, അച്ഛൻ വീട്ടിലിരിക്കുകയല്ലേ? അല്ല, ചിലപ്പം പ്രൊഡക്ടിവിറ്റി ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. 60, 70 വയസ്സുകളിൽ സമ്പാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം രീതികളിൽ ആഗ്നേയ ഫോൾട്ടുള്ള വീട്ടിലോ ഫോൾട്ടില്ലാത്ത വീട്ടിലോ ഒരു വീട്ടിൽ അച്ഛനും മകനും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ ഒരു 10, 50, 60 വർഷം അവിടെ ഇത് സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത നമ്മുടെ കന്നിമൂലയാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ കന്നിയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കന്നി ചതുര പരിസരങ്ങളിൽ എവിടെയും കുഴികളോ കിണറോ താഴ്വാരമോ സെപ്റ്റിക് ടാങ്കോ വരരുത്. അതേപോലെ തന്നെ കന്നിമൂലയിൽ പടിക്കെട്ടുകളും അരുത്. അപ്പോൾ വീട് 2 നിലയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 2ാം നില കന്നി വലിയൊരു താഴ്ചയായി, കന്നി താഴ്ന്ന ഭൂമിയായിട്ട് മുകളിലെ എനർജി വർക്ക് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും സ്റ്റെപ്സ് എല്ലാം ആഗ്നേയ വായു ഭാഗങ്ങളോട്ട് കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ കന്നി മൂലയിൽ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ 2ാം നിലയിൽ കന്നി ബാധിക്കപ്പെടും, 1ാം നിലയിലും അതിൻ്റെതായിട്ടുള്ള വാസ്തു കാരണം പേറും. അപ്പോൾ അവിടെ കന്നി മൂലയിൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂം ഒഴിവാകും. കന്നി മൂലയിൽ ബെഡ്റൂം ഉപയോഗിക്കുക, അവിടെ കിടന്നുറങ്ങുക. കാരണം ഓരോ മൂലയുടെയും പ്രശസ്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈശാന്യം ജലതന്മയാണ്, ആഗ്നേയം അഗ്നിതന്മ, കന്നിമൂല ഭൂമി തന്മയാണ്. ഭൂമിയിലെ എല്ലാം ഉത്ഭവിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ കന്നിമൂലയിൽ ബീറോ, കന്നിമൂലയിൽ വടക്ക് മുഖമായോ കിഴക്ക് മുഖമായോ കന്നിമൂലയിൽ നിങ്ങൾക്ക് ബീറോ വയ്ക്കാം. കന്നിമൂലയിൽ നിങ്ങൾക്ക് ആ കോർണർ ഭാഗം മാക്സിമം നിങ്ങൾക്ക് വെയിറ്റ് ആൻഡ് ഹൈറ്റ് അറേഞ്ച്മെൻറ്റിലായതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം എത്രയോ വീടുകളിൽ പറഞ്ഞു വരികയാണ്, അവിടെ നിങ്ങൾ കിടന്നുറങ്ങാം. അവിടെയാണ് ഉത്ഭവം, ചിന്തകളുടെ ഉത്ഭവം, മനുഷ്യൻ്റെ ഉത്ഭവം. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ദമ്പതികൾ, ഞാൻ എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് ഇത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കന്നിമൂലയിൽ ദമ്പതികൾ കിടന്നുറങ്ങി അവിടെ ജീവിക്കേണ്ട ആവശ്യകത, അവിടുത്തെ ഉത്ഭവം, അവിടുത്തെ അടുത്ത ജനറേഷൻ, ഇതെല്ലാം കന്നിമൂലയാണ്. ഏറ്റവും നല്ല ഉത്ഭവം കന്നിമൂല എന്നായിരിക്കാം. ധനവും ഒരു വളർച്ചയാണ്, ഉത്ഭവമാണ് അല്ലേ? അവിടെ നിങ്ങൾ ബീറോ വെച്ച് അതിനുള്ളിൽ കാശ് വെച്ച് വരുമ്പോൾ ആ ഉത്ഭവം തന്നെയാണ്, അതും ഒരു വളർച്ച തന്നെയാണ്. ആ കാശും ധനപരമായ മുന്നേറ്റവും നിങ്ങൾക്ക് കന്നിമൂല നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ കന്നിമൂലയിൽ കൂടുതലും ആൾക്കാർ ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, കന്നിമൂല മിസ്സായിപ്പോയി ഒരു ചെറിയൊരു കോൺ എന്തെങ്കിലും ഉണ്ടാവും. കൺസ്ട്രക്ഷൻ ബേസിൽ വരുന്നതാണ്, ഒരിക്കലും കോണിക്കാൻ പാടില്ല. പക്ഷേ
ആ കന്നിമൂല കോണി അവിടെ നിങ്ങൾക്ക് ഭയങ്കര ദുരിതമാണെന്ന് പറയുന്ന പല വീട്ടുകാരും താഴെ ഒന്ന് ആ തറ ഹൈറ്റിനെ ഒന്ന് കെട്ടി ലെവലാക്കുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ കന്നിമൂല മിസ്സാവുന്നുണ്ടെങ്കിൽ അത് കന്നിമൂല മിസ്സാവരുത്, കന്നിമൂല കട്ടിങ് വരരുത്. പക്ഷേ അത് അത്രത്തോളം വാസ്തുദോഷം പേറുന്നില്ല. അതിന് സമാന്തരമായി നിങ്ങൾ കന്നിമൂല കൂടുതൽ ഉയരവും കൂടുതൽ വെയിറ്റും കൺസ്ട്രക്ഷൻ ബേസിലും വീടിൻ്റെ ഔട്ട്സോഴ്സുകൾ പുറത്ത് ഒക്കെ നിങ്ങൾ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കുറച്ച് വലിയൊരു ഗോഡൗണോ അല്ലെങ്കിൽ ഒരുപാട് വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ബാലൻസ് ചെയ്യും. പക്ഷെ വടക്ക് കിഴക്ക് മൂല വെട്ടരുത്, മിസ്സാവരുത്. വടക്ക് കിഴക്ക് അത് ഞാൻ വേറൊരു വിശദമായിട്ട് പറയാം. അപ്പോൾ കന്നിമൂലയെ കുറിച്ച് ചോദിക്കുമ്പോൾ കന്നിമൂല ഒരല്പം കയറിപ്പോയി ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ അത് പാടില്ല. വാസ്തു രീതിയിൽ അത് തെറ്റാണെങ്കിൽ പോലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. സമാന്തരമായി മറ്റെവിടെയെങ്കിലും നിങ്ങൾ വാസ്തു സ്രോതസ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഫോൾട്ട് ടാലിയായി നിൽക്കും എന്നത് വലിയൊരു ഫോൾട്ടും അല്ല. വാസ്തുവിൽ 30% മേളിൽ വാസ്തുവിൽ ഫോൾട്ട് ഇല്ല. കാരണം വാസ്തു എന്നുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അത് 30% നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല ആ വേവ്സ്, അത് റിവേഴ്സ് ആവുകയാണെങ്കിൽ. അപ്പോൾ കന്നിമൂല ഭാഗങ്ങളിൽ 30% ആണ്. അവിടെ ഒരു കിണർ വരുമ്പോൾ 30%ഓളം ഫോൾട്ട്, ജീവഹാനി സംഭവിക്കുന്ന ഫോൾട്ട് ഒരു കന്നിമൂലയിൽ സംഭവിക്കാം. പക്ഷേ ചില ഫോൾട്ടൊക്കെ 10%, 5%, 3% ഉള്ളൂ. അതിന് സമാന്തരമായി മറ്റെവിടെയെങ്കിലും ഒരു 10% നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ ഈ എനർജി ടാലിയാവും. ഇത് വാസ്തു രീതികളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കന്നിമൂലയിൽ ബെഡ്റൂമ് വേണ്ടി നമുക്ക് കന്നിമൂല ആ സ്റ്റെപ്പ് ഒഴിവാക്കുക. കന്നിമൂല എന്ന് പറയുന്ന ആ കന്നി പരിസരങ്ങളിൽ എവിടെയും കുഴികളോ സെപ്റ്റി ടാങ്കുകളോ കർശനമായും പാടില്ല. പിന്നെ കന്നിമൂല പ്രവേശനം അരുത്. കന്നിമൂല ഒരു സിറ്റ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇതൊരു പ്രവേശനം നമ്മൾ നിർബന്ധിതമാകുന്നു. കന്നിമൂലയിൽ ഒരു സ്ട്രീറ്റ് വന്ന് മുട്ടി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. അത് തെക്ക് കന്നിയായാലും പടിഞ്ഞാറ് കന്നിയായാലും. അപ്പോൾ ഇതൊക്കെയാണ് കന്നിമൂലയുടെ കോമൺ ഫാക്റ്റുകൾ. അപ്പോൾ കന്നിമൂലയിൽ വീട്ടിനുള്ളിൽ നമ്മൾ ആരും അറിയാത്ത രഹസ്യമായൊരു ഫോൾട്ട് ഉണ്ട്. അതിൻ്റെ റൂം കന്നിമൂലയിൽ ഉച്ചഭാഗങ്ങളിലായിരിക്കണം വാതിൽ. വീട്ടിനുള്ളിൽ, വീടിന് നിങ്ങൾ വാസ്തു നോക്കുന്നു, വീട്ടിനുള്ളിൽ മുറികൾക്കും വാസ്തുവുണ്ട്. അതിൽ പ്രത്യേകിച്ച് കന്നിമൂല ദമ്പതികൾ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനനം അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ശാരീരിക ബന്ധത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ കാരിങ് സമയം ഒരു 10 മാസം അല്ലെങ്കിൽ 9 മാസമുള്ള കാരിങ് സമയങ്ങളെല്ലാം ഈ കന്നിമൂലയിലെ റൂം ഒരുപാട് വില കൊടുക്കേണ്ടിയിരിക്കുന്നു. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. അപ്പോൾ അവിടെ പല വീടുകളിലും കന്നിമൂലയിൽ വടക്ക് വായുവ്യത്തിലായിരിക്കും ഡോറ്. ആ വീടിൻ്റെ കന്നിമൂലയിൽ ഉണ്ടാകുന്ന ആ വീടിൻ്റെ റൂമില്ലേ, ആ റൂമിൻ്റെ പ്രവേശനം വടക്ക് വായുവ്യത്തിലായിട്ട് കാണുന്നു. ആ വീടിനുള്ളിൽ കന്നിമൂലയുടെ ഈശാന്യത്തിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട് വടക്ക് കിഴക്ക് അടഞ്ഞ വീടാണ്. അപ്പോൾ ചില അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മനസ്സിലാവും. സ്ത്രീത്വം ഉണ്ടായിരിക്കും ആൺകുട്ടികൾക്ക്, ഉള്ളിൽ ഒരു സ്ത്രീത്വം ഉണ്ടായിരിക്കും എപ്പോഴും. അത് വളർന്ന് ഡെവലപ്പായി വരുമ്പോഴാണ് അവർ ട്രാൻസ്ജെൻഡർ പോലത്തെ ആ സംവിധാനങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ വളരെ റെയറായിട്ട് കണ്ടുവരുന്ന ഫോൾട്ട് വാസ്തുവിൻ്റെ അതിസൂക്ഷ്മ രഹസ്യങ്ങൾ ഇതെല്ലാം, മനസ്സിലായില്ലേ? അപ്പം നോക്കുമ്പോൾ വാസ്തു എല്ലാം കറക്റ്റാ. കന്നിമൂലയിൽ ബെഡ്റൂം ഉണ്ട്, അവരെവിടെയാണ് കിടക്കുന്നത്. പക്ഷേ ബെഡ്റൂമിൻ്റെ വാതിൽ വടക്ക് വായുവ്യത്തിലാണ്. ആ റൂമിൻ്റെ വടക്ക് വായുവ്യത്തിലൂടെ പ്രവേശനം അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കന്നിമൂല ചേർത്ത് ബീറോയോ കട്ടിലോ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു അറ്റാച്ച് ബാത്റൂം വരുന്നത് കിഴക്ക് ഈശാന്യത്തിലോ വടക്ക് ഈശാന്യത്തിലോ ആയിരിക്കും. എനിവേ രണ്ടിൽ എവിടെ വന്നാലും അവിടെ ഒരിക്കലും ബെഡ്റൂമിനുള്ളിൽ ജനലില്ല, അല്ലേ? ഈ വടക്ക് കിഴക്കിൽ ഒരിക്കലും ജനൽ വരില്ല, വടക്ക് വായുവ്യത്തിൽ നിങ്ങൾ വാതിൽ വയ്ക്കുകയാണെങ്കിൽ. അപ്പം നോർത്ത് ഈസ്റ്റ് കോർണർ ടോയ്ലറ്റാൽ അടയുകയും സൂര്യ വെളിച്ചം അല്പം പോലും ആ വീട്ടിനുള്ളിൽ പ്രഭാത വെളിച്ചം കടന്നു വരാനുള്ള സാധ്യത ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജനിക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ അതിന് ഉള്ളിൽ അമ്മയുടെ വാത്സല്യവും പരിസരത്തിൽ എല്ലാം സഹോദരിമാരുമായിട്ടുള്ള വളർച്ചയും കൂടെ ആകുമ്പോഴത്തേക്ക് എന്താ വന്നു, ഒരു സ്ത്രീത്വത്തിലോട്ടുള്ള ഒരു ആഗ്രഹം ആദ്യം മനസ്സിലൊന്ന് നനയും. സ്വാഭാവികമായിട്ട് ആ വീട്ടിലുള്ളവരെ ഡെവലപ്പ് ചെയ്ത് വിടുന്നത്. ഏതൊരു ഫിലിമിൽ നമ്മൾ ദിലീപിൻ്റെ ഫിലിമിൽ കാണുന്നത് പോലെ അങ്ങനെ പല സാഹചര്യങ്ങളിലും ആ കുട്ടിയെ ആ ഒരു സ്ത്രീത്വത്തിലോട്ട് അനുവദിക്കുന്നവർ, കുഞ്ഞു കുട്ടിയല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാരണം ഉള്ളിലിരിക്കുകയാണ്. ഇത് വളർന്ന് ഡെവലപ്പ് ആകുമ്പോൾ മാനസികമായിട്ട് അവർക്ക് ഒരു സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീ ആകർഷണം അല്ലെങ്കിൽ സ്ത്രീ രീതിയിലുള്ള ചിന്തകൾ. കാരണം സൂര്യനില്ല, എവിടെയാണോ സൂര്യനില്ല അവിടെ പൗരുഷമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ കുട്ടി ഇങ്ങനൊരു വികാരവും പേര് വളരുന്നു. പിന്നെ ആ സാഹചര്യം മാറുന്നത് കുട്ടിയുടെ ഹോസ്റ്റൽ സമയങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ വീട് പുതുക്കി പണിഞ്ഞ് മറ്റൊരു രീതിയിലാകുമ്പോഴൊക്കെയാണ് ഇത് സാധനം മാറിപ്പോകുന്നത്. തീർച്ചയായിട്ടും ഒരു 10-25 കൊല്ലം വരെ ഇതേ രീതിയിൽ താമസിക്കുന്ന ഒരു വീട്ടിലെ കുഞ്ഞ് രഹസ്യ സ്വഭാവം ആ ഉള്ളിൽ ഒളിഞ്ഞിരിക്കും. ആ കുട്ടിക്ക് ഒരു ഓപ്പോസിറ്റ് സെക്സ് അല്ല, സെയിം സെക്സിനെ ആഗ്രഹിക്കുന്ന ചില കുട്ടികളിൽ, ആൺകുട്ടികളിൽ ഇത്തരം ഫോൾട്ട് കന്നിമൂലയിലെ ഫോൾട്ടിൽ പേറും. മനസ്സിലായോ?
ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്ന നമ്മുടെ അവസാനത്തെ വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ ഇനിയും കുറച്ചുകൂടി സംസാരിക്കാനുണ്ട്. അത് തുടരുന്നതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ. എന്തായാലും നമ്മുടെ കൂടുതൽ വിഷയങ്ങളും ചർച്ചകളും നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം.